മഹേട്ടാ, സിദ്ധു രാത്രിയിലെ മരുന്ന് കഴിച്ചായിരുന്നോ? മായ അത് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. ആ, നാളെ ഇവന്റെ കല്യാണമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അതാലോചിക്കുമ്പോ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വേദന എന്റെ മനസ്സിലുണ്ട്. സിദ്ധുവിന്റെ കാര്യത്തിൽ ഇനി എന്നാ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാനാവുക? ഇവൻ എന്റെ വയറ്റിലുണ്ടെന്ന് ഞാൻ ആദ്യം അറിഞ്ഞ നിമിഷം എനിക്ക് സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അന്ന് മഹേട്ടൻ എന്റെ രക്ഷയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? എനിക്കന്ന് മഹേട്ടനെ ലഭിച്ചതുപോലെ ഒരു ഭാഗ്യ സിദ്ധുവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ദേവിക എന്ന ഭാഗ്യം. അന്ന് അയാൾ ചതിച്ചപ്പോ എന്റെ ജീവിതം അവസാനിച്ചു എന്നാ ഞാൻ കരുതി.